ഇത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പിൻ്റെ സ്റ്റോറിയാണ്. ആൻഡ് ദ മെയിൻ പാർട്ടേഴ്സ് നമ്മുടെ ഈ ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ചൂസ് ചെയ്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് KSRTC ബസ്സായിരുന്നു. ഏർലി മോർണിംഗ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇതാൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരിക്കും ആ ട്രാവലും വളരെ അടിപൊളിയായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഹെക്റ്റിക് ആയിരിക്കുമല്ലോ. പിന്നെ വേണമെങ്കിൽ ഒരു ഡ്രൈവറിനെ വെച്ച് പോകായിരുന്നു. പക്ഷേ നമുക്കെന്തോ അങ്ങനെ ഒരു മൈൻഡ് വന്നില്ല. അതിലൊരു ത്രില്ലില്ല. ട്രിവാൻഡ്രം നിന്നിട്ട് ഈരാറ്റുപേട്ട വരെയുള്ള ഒരു ബസ്സാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്. ഈ ബസ് നമ്മൾ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പോയി ഈരാറ്റുപേട്ട പോകുന്ന ബസ്സിൽ നേരെ അങ്ങ് കയറി. എന്നിട്ട് ഈ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോവുമായിരുന്നു. വഴിയിൽ വെച്ചിട്ട് ഒരു ചെറിയ ടൈം നമുക്ക് ബസ്സൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ബ്രേക്ക് കിട്ടി. അത് കഴിഞ്ഞ് വേഗം ബസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഈരാറ്റുപേട്ടയിലോട്ട് പോവുമായിരുന്നു. നമ്മൾ ആക്ച്വലി ഇതൊരു നോർമൽ KSRTC ബസ്സാണല്ലോ ബുക്ക് ചെയ്തത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലഗേജ് ആയിരുന്നു. ആഷിക്ക് അത്ര വലിയ ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ എനിക്ക് നിറയെ ലഗേജ് ഉണ്ടായിരുന്നു. ഈരാറ്റുപേട്ട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഈ ലഗേജ് ആയിരുന്നു നമുക്ക് വന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ ആഷി നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തു. ഈ ട്രിപ്പ് നമ്മൾ പോയത് 5 months ബിഫോർ ആണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും നമ്മളെടുത്ത ബസ് എവിടത്തേക്കായിരുന്നു എന്ന് മറന്നുപോയി. ഏലപ്പാറയാണോ കട്ടപ്പനയാണോ എന്ന് മറന്നുപോയി. എന്നിട്ട് നേരെ നമ്മൾ ആ ബസ് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി നമ്മുടെ റിസോർട്ടിലോട്ടുള്ള യാത്രയായി. ഇതായിരുന്നു നമ്മൾ ആ ഡ്രീം ചെയ്തിരുന്ന റിസോർട്ട്, ഹേൽ വാഗമൺ. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ചൂസ് ചെയ്ത ഒരു റിസോർട്ടായിരുന്നു ഇത്. നമ്മുടെ വെഡ്ഡിങ് നവംബറിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഡിസംബറിലായിരുന്നു നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുമായിരുന്നു ശരിക്കും ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കോൾഡ് ആയിരിക്കും, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും, വാഗമണും കൂടെ ആകുമ്പോഴത്തേക്കും പൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തീരെ തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് വളരെ മോശമൊന്നും ആയിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഈ റിസോർട്ടിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അവരത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിരുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു. സോ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. ഇവരൊക്കെ ഈ ചുമന്നുകൊണ്ട് പോകുന്ന പെട്ടികളൊക്കെ കണ്ടല്ലോ, ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയും ഞാൻ തന്നെയായിരുന്നു. ഇതൊന്നും അല്ലാതെ വേറൊരു വലിയ പെട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ആ KSRTC ബസ്സിൽ വന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ റൂമിൽ റീച്ച് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ എല്ലാം സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും. നമ്മൾ അവിടുത്തെ സുപ്രീം റൂമായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഒന്ന് കയറിയ പാടെ എൻ്റെ ഹബ്ബി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വ്യൂ ആസ്വദിക്കാമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോയി. പിന്നെ ഞാൻ ആ റൂമിൻ്റെയൊക്കെ വിഷ്വൽസൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമായിരുന്നു. നമ്മുടെ റൂം പോലെ തന്നെ അടിപൊളിയായിരുന്നു അവിടുത്തെ ആ ബാൽക്കണി. ആൻഡ് ആ ബാൽക്കണിയിലൂടെ നോക്കുമ്പോൾ ഉള്ള ആ വ്യൂ ഉണ്ടല്ലോ, ശരിക്കും ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞ ഉടനെ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ആ ഡേയുടെ ബെസ്റ്റസ്റ്റ് പാർട്ട്. ഇറ്റ് വാസ് ദ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അവർ നല്ല രീതിയിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ദേ ഹാവ് അറേഞ്ച്ഡ് കേക്ക് ഓൾസോ. അതും ഒരു ഹാർട്ട് ഷേപ്പ് റെഡ് വെൽവെറ്റ് കേക്ക്. ആ റൈറ്റിംഗ് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അത് പൂൾ സൈഡിൽ അവർ സെറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൈസായിരുന്നു. പിന്നെ ഫുഡ്, ഇറ്റ് വാസ് സോ യം. ഫുഡിൻ്റെ മെനു നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോയി. റൂമും അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടുത്തെ നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കുമായിരുന്നു. പിന്നെ അന്ന് ആ പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത് കാരണം കൊണ്ട് നമുക്കന്ന് വാഗമണൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. സോ അതെല്ലാം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. നമ്മൾ വാഗമണിൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തു, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.